നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. പുനലൂർ ചെങ്കോട്ട റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. പാലങ്ങളുടെ ജാക്കറ്റിംഗ് പൂർണ്ണമായും നിലച്ചു. ഇടമണ്ണിൽ ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി പ്രവർത്തിക്കുന്ന ചന്ത മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് ഭാഗികമായി പ്രവർത്തനം തുടങ്ങി. നിലവിലുള്ളത് ഒരേ ഒരു ടെക്നീഷ്യൻ. വാർത്തകൾ വിശദമായി. പുനലൂർ ചെങ്കോട്ട റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. പാലങ്ങളുടെ ജാക്കറ്റിംഗ് പൂർണ്ണമായും നിലച്ചു. 2014 ട്രെയിൻ ഓടിത്തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ അടുത്ത കാലത്തെങ്ങും ഈ പാതയിലൂടെ ട്രെയിൻ ഓടാൻ സാധ്യതയില്ല. 4 റീച്ചുകളിലായാണ് നിർമ്മാണം തുടങ്ങിയത്. ഇവയിൽ പുനലൂർ ഇടമൺ റീച്ചിലും ആര്യങ്കാവ് ഭഗവതിപുരം റീച്ചിലും ഭാഗികമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇടമൺ തെന്മല റീച്ചിലും തെന്മല ആര്യങ്കാവ് റീച്ചിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇടമൺ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്തെ പാലങ്ങളുടെ ജാക്കറ്റിംഗ് പണികൾ നടന്നു വന്നിരുന്നു. എന്നാൽ ഫണ്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജാക്കറ്റിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കി ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രികരുടെ മേൽ പാഞ്ഞുകയറി. 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്ന് അഞ്ചൽ ഭാഗത്തേക്ക് തിരിഞ്ഞ വാഹനമാണ് കാൽനട യാത്രികരെ ഇടിച്ചത്. സ്ത്രീയാണ് കാർ ഓടിച്ചിരുന്നത്. ഇവരുടെ പരിചയക്കുറവാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വാഹനം അമിത വേഗതയിലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ആൻഡ് പ്രവാസി ഫെഡറേഷൻ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരവാളൂർ പഞ്ചായത്തിലെ പ്രവാസികളുടെ കൺവെൻഷൻ ചേർന്നു. സാധാരണക്കാരനായ പ്രവാസിയെ സംരക്ഷിക്കാൻ സർക്കാരുകൾ ശ്രമിക്കുന്നില്ലെന്ന് കൺവെൻഷൻ കുറ്റപ്പെടുത്തി. കരവാളൂർ S. സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിലാണ് കൺവെൻഷൻ ചേർന്നത്. പ്രവാസികൾ ഗൾഫ് നാടുകളിൽ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും സർക്കാരുകളുടെ പ്രതിഷേധാത്മക നിലപാടുകളെക്കുറിച്ചും കൺവെൻഷനിൽ ചർച്ചയുണ്ടായി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് പരിഹരിക്കാനും പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വരുന്നവർക്ക് അർഹമായ പരിഗണന നൽകാനും സർക്കാരുകൾ തയ്യാറാകണമെന്ന് കൺവെൻഷനിൽ ആവശ്യമുയർന്നു. എല്ലാവരും ഗൾഫിലേക്ക് പോകുന്നുണ്ട്. സകല മന്ത്രിമാരും സകല നേതാക്കന്മാരും ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ ഒരു 10-15-20% സമ്പന്നരുണ്ട്. അവർ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അവർ പോരുക. ഈ സമ്പന്നർക്ക് ഇവിടെ ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. അവരുടെ കാര്യങ്ങൾ കേൾക്കുമെന്നല്ലാതെ 80% വരുന്ന ഈ തൊഴിലാളികളുടെ കാര്യം, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കടകളിൽ പണിയെടുക്കുന്നവർ, അതുപോലെ കെട്ടിട നിർമ്മാണ കൺസ്ട്രക്ഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്നത് കടകളിലൊക്കെയാണ്. കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലല്ല. 6 മണി രാത്രി 6 മണി രാത്രി 12 രാവിലെ 6 മണി രാത്രി 12 മണി വരെ അവർക്ക് ജോലി ചെയ്യാം. അവർക്ക് കിട്ടുന്നത്ര അവിടെ പണിയെടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവർക്ക് കിട്ടുന്ന 600, 700, 800 തറച്ച് കൂടുതൽ കൊടുക്കത്തില്ല. ഈ 12 മണിക്കൂർ പണിയെടുത്താൽ അതാണ് അവിടെ സ്ഥിതി. N. മധുസൂദനൻ, A. ഗോപി, മോഹനൻ പിള്ള, PB വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF സംഘടിപ്പിച്ച കൺവെൻഷൻ CPI മണ്ഡലം കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. ഒരു വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിക്കാൻ കഴിയത്തക്ക രീതിയിൽ ആ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന പരിപാടി താഴെ അറ്റത്ത് വരെ ജനങ്ങളിൽ വരെ വോട്ടർമാരിൽ വരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ തീയതി സമയക്രമവും ഒക്കെ നിശ്ചയിക്കലും ഈ കൺവെൻഷന്റെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരികളെയും യോഗം തെരഞ്ഞെടുത്തു. KS രാധാകൃഷ്ണൻ പ്രസിഡന്റും NP ജോൺ സെക്രട്ടറിയുമാണ്. K. രാജു, S. ജയമോഹൻ, ജോർജ് മാത്യു, MA രാജഗോപാൽ, പ്രൊഫസർ D. ശശിധരൻ, ധർമ്മരാജൻ, അജയ് പ്രസാദ്, AG സെബാസ്റ്റ്യൻ, KA ലത്തീഫ്, PS ചെറിയാൻ, രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവർ അംഗങ്ങളാണ്. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, വൈസ് ചെയർമാൻ S. ബിജു, ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, P. സജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാത 744-ലെ ടാറിംഗ് നിലനിൽക്കാത്ത ഭാഗങ്ങളിൽ സിമന്റ് ടൈലുകൾ പാകുന്നതിന് അധികൃതർ നടപടി തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ തെന്മലയിലാണ് ആദ്യം ടൈലുകൾ പാകുന്നത്. ദേശീയപാതയിൽ ടാറിംഗ് നിലനിൽക്കാത്ത ഭാഗത്ത് സിമന്റ് ടൈലുകൾ നിരത്തി ഗട്ടറുകൾ ഒഴിവാക്കാൻ ദേശീയപാതാ വിഭാഗം ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തെന്മല വെസ്റ്റിൽ ദേശീയപാതയുടെ ഇരുവശത്തും സിമന്റ് ടൈലുകൾ ഇറക്കിക്കഴിഞ്ഞു. പുനലൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള റോഡിൽ ടാറിംഗ് നിലനിൽക്കാത്ത ഭാഗങ്ങളിൽ സിമന്റ് ടൈലുകൾ പാകാനാണ് പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് തെന്മലയിൽ പരീക്ഷണം നടത്തുന്നത്. അതേസമയം ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആര് വന്നാലും ഇതുപോലെ തന്നെ കിടക്കുന്നു. പണി തീരത്തുമില്ല. ഇതിനകത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ പോയിക്കൊണ്ടേ.
ടൈലായാലും ടാറിംഗ് ആയാലും ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ റോഡ് പഴയ ഗതിയിലാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ആലപ്പുഴയിൽ നിന്ന് ടൈൽ എത്തിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് തെന്മലയിൽ തന്നെയുള്ള ഒരു കമ്പനിയിൽ ടൈലുകൾ നിർമ്മിക്കുകയായിരുന്നു. ഈ ടൈലുകളുടെ ഗുണനിലവാരത്തിൽ സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇടമണ്ണിൽ ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ചന്ത മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. വാഹനാപകട സാധ്യത, അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം എന്നിവ മൂലം പ്രദേശത്തെ വ്യാപാരികളും ജനവും നട്ടം തിരിയുകയാണ്. നിലവിൽ ഇടമൺ 34 ജംഗ്ഷന് സമീപം ദേശീയപാതയുടെ ഇരുവശങ്ങളിലായാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ദേശീയപാതയിലൂടെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകട സാധ്യതയാണ് ഇവിടെ നിന്ന് ചന്ത മാറ്റണമെന്ന ആവശ്യം ശക്തമാകാൻ പ്രധാന കാരണം. ചന്തയിലെത്തുന്നവർ റോഡിന്റെ ഒരു വശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അപകട സാധ്യത കൂട്ടുന്നു. പാർക്കിംഗ് സൌകര്യം ഇല്ലാത്തതിനാൽ പലരും റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് ചന്തയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു മനുഷ്യരും നിൽക്കാനെ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ഈ കച്ചവടക്കാർ ഞങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ തെന്മല പഞ്ചായത്ത് നല്ലൊരു പരിപാടി ചെയ്ത് ഈ കച്ചവടക്കാർക്ക് നല്ല രീതിയിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന്. കാരണം വാഹനം കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒക്കുന്നില്ല, ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. ചന്തയിൽ സാധനങ്ങൾ ഇറക്കാൻ വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുന്നത് മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മണ്ഡലകാലം ആരംഭിച്ചതോടെ വാഹനത്തിരക്ക് ഏറി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വൈകുന്നേരങ്ങളിൽ ചന്തയിലെത്തി റോഡ് മുറിച്ചു കടക്കാൻ പണിപ്പെടുന്നത് ഇവിടെ നിത്യകാഴ്ചയാണ്. വൈകിട്ട് 3 മണി മുതൽ സജീവമാകുന്ന ചന്തയിൽ സന്ധ്യ കഴിഞ്ഞാൽ വെളിച്ചമില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇവിടത്തെ തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞു. എമർജൻസി ലാമ്പ് ഉപയോഗിച്ചാണ് വ്യാപാരികൾ രാത്രി കച്ചവടം നടത്തുന്നത്. റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുമെങ്കിലും അവർ അതിന് മെനക്കെടാറില്ല. ഇടമൺ സത്രമുക്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി ആയിരുന്ന കാലത്ത് മാർക്കറ്റിന് വേണ്ടി സ്ഥലം അനുവദിച്ചിരുന്നെങ്കിലും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. KSRTCയുടെ സ്ഥലവും വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നു. ചന്ത ഉടൻ മാറ്റി സ്ഥാപിച്ച അപകടങ്ങൾ ഒഴിവാക്കുക, ഇടമണ്ണിൽ വലിയ ഒരു മാർക്കറ്റിന് സൌകര്യമുണ്ടാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ അധികാരികൾ നടപടിയെടുക്കണം എന്ന ആവശ്യം ശക്തമായി. ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തി, ചന്തയ്ക്കുള്ള സ്ഥലം കണ്ടെത്തിച്ച് കൊടുത്താൽ ഈ നാടിനൊരു വികസനം ഉണ്ടാവും. ആൾക്കാർക്കും നല്ലതാണ്, കച്ചവടക്കാർക്കും നല്ലതാണ്. അതുകൊണ്ട് ജീവിക്കുന്നവർ പലരും ഉണ്ട്. ഇതുകൊണ്ട് അവരുടെ കുടുംബം കഴിയുന്നവരുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞ മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ പത്തനാപുരത്തെ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് വേണ്ടെന്നല്ലേ അവർ പറയണത്, പ്രതിഷേധിക്കുന്ന ആൾക്കാർ. ഞാൻ അവിടെ യോജിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ സമൂഹം ഉണരണമെന്ന് O രാജഗോപാൽ പറഞ്ഞു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അത് ജനങ്ങൾക്കിടയിൽ ആ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച പ്രകാരം തന്നെ ഗ്രാമസഭ മുതൽ നിയമസഭകൾ വരെ വിശദമായി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ രൂപീകരിച്ച് അത് ആത്മാർത്ഥമായി നടപ്പാക്കണം. ഇത് ഭാവി തലമുറയോട് ഇന്നത്തെ തലമുറ ചെയ്യുന്ന കടമയാണ്, അനിവാര്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി, കേരളത്തിൻ്റെ ജീവനാഡിയായിട്ടുള്ള വിവിധ നദികൾ, മലകൾ, കൃഷി, അതേമാതിരി തന്നെ നമ്മുടെ കാലാവസ്ഥ, ഇതിനെല്ലാം വലിയ നഷ്ടം വരാൻ അത് സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഇതിനെതിരായിട്ട് ഇന്ന് ബഹളം വയ്ക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യങ്ങൾ വേറെയാണെന്ന് അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കസ്തൂരിരംഗൻ റിപ്പോർട്ട് എല്ലാവരും നടപ്പാക്കേണ്ടത് സാക്ഷാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് നടപ്പാക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. NCPയുടെ മുതിർന്ന നേതാവും കേന്ദ്ര കൃഷിമന്ത്രിയുമായ ശരത് പവാറിന്റെ 73ാമത് ജന്മദിനം പ്രവർത്തകർ പത്തനാപുരം ഗാന്ധിഭവനിൽ ആഘോഷിച്ചു. ദേശീയ രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവും കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രിയുമായ ശരത് പവാറിന്റെ 73ാം ജന്മദിനം ജീവകാരുണ്യ ദിനമായി ആചരിച്ചു. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന ആഘോഷം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ NCPയുടെയും പ്രമുഖ നേതാവായ ശരത് പവാറിന്റെയും പ്രസക്തി അനുദിനം വർദ്ധിക്കുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിഷ്കളങ്കമായ നേതൃത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന്റെ കേന്ദ്രതലം പരിശോധിച്ചാലും നമ്മുടെ സംസ്ഥാന തലം പരിശോധിച്ചാലും വളരെ സുതാര്യമായ മനസ്സുള്ള, നിഷ്കളങ്കമായ ജീവിത ശൈലിയുള്ള നേതാക്കന്മാരുള്ള ഒരു രാഷ്ട്രീയ കക്ഷി.
ഒരു വലിയ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ദേശീയ പ്രാധാന്യമുള്ള ദേശീയമായ നന്മയുടെ കാര്യങ്ങൾ, നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസന കാര്യങ്ങളിൽ, സാംസ്കാരിക പുരോഗതിയിൽ, വ്യാവസായിക പുരോഗതിയിലൊക്കെ ഉറച്ച ലക്ഷ്യബോധമുള്ള ഒരു കക്ഷിയായി NCP നിലകൊള്ളുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അധികാരങ്ങളുടെ വലിയ ഘടകങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലുവാൻ, പിടിച്ചു കയറുവാൻ ശ്രമിക്കുന്നില്ല. NCP കൊല്ലം ജില്ലാ പ്രസിഡന്റ് RK ശശിധരൻപിള്ള അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി K ധർമ്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം T അയ്യൂബ് ഖാൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് M സഫറുള്ള ഖാൻ, മഹിളാ കോൺഗ്രസ് നേതാവ് സീനത്ത് അയ്യൂബ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിബു മുത്തുക്കുഴി, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു മഠത്തിൽ, ചെല്ലപ്പൻ, ബിജു കരിമ്പാലൂർ, കിഷോർ പട്ടാഴി, ഷൈജു കരിമ്പാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. NCP നേതാക്കളും പ്രവർത്തകരും ഗാന്ധിഭവൻ അന്തേവാസികൾക്കൊപ്പം സദ്യയുണ്ടാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുലമൺതോട് കയ്യേറ്റമൊഴിപ്പിക്കൽ റവന്യൂ വിഭാഗവും പഞ്ചായത്തുകളും മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ച് നീട്ടുകയാണ്. കയ്യേറ്റക്കാരുടെ പേര് വിവരങ്ങൾ തയ്യാറാക്കി നൽകേണ്ടത് തങ്ങളുടെ ജോലിയല്ലെന്ന നിലപാടിലാണ് ഇരുകൂട്ടരും. പുലമൺതോട് കയ്യേറ്റം ഒഴിപ്പിക്കാനും മാലിന്യ വിമുക്തമാക്കാനും സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വിശദീകരിക്കാൻ ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലി റവന്യൂ പഞ്ചായത്ത് അധികൃതർ തമ്മിൽ തർക്കം തുടരുകയാണ്. തോട് കയ്യേറിയവരുടെ പേര് വിവരങ്ങൾ നൽകേണ്ടത് പഞ്ചായത്തുകളാണോ റവന്യൂ അധികൃതരാണോ എന്നതാണ് പുതിയ തർക്കം. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച തർക്കമുയർന്നതോടെ വിഷയം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറെയും കളക്ടറെയും അറിയിക്കാൻ തീരുമാനിച്ചു. പുലമൺതോട് കയ്യേറ്റം ഒഴിപ്പിക്കാനായി സർവേകൾ പലതും നടന്നെങ്കിലും ഒഴിപ്പിക്കൽ മാത്രം നടന്നില്ല. തോട് കയ്യേറ്റം സർവേയിലൂടെ കണ്ടെത്തിയെന്നും അളന്നു തിരിച്ച കല്ലുകൾ സ്ഥാപിച്ചെന്നും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിരുന്നു. ഓടനാവട്ടം പരിസ്ഥിതി സംരക്ഷണ ഏകോപന സമിതിയാണ് 2009 തോടിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. കൊട്ടാരക്കര, മേലില, മൈലം, കുളക്കട പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പുലമൺ തോടിന്റെ ഇരുവശങ്ങളിലും വ്യാപകമായ കയ്യേറ്റം നടക്കുന്നതും മാലിന്യങ്ങൾ തള്ളുന്നതും അനധികൃതമായി മണൽ വാരുന്നതും തോട് നശിക്കുന്നതിന് കാരണമാകുന്നെന്നായിരുന്നു പരാതി. മൈലം, കുളക്കട പഞ്ചായത്തുകൾ കയ്യേറ്റക്കാരുടെ പേര് വിവരങ്ങൾ തയ്യാറാക്കിയെങ്കിലും കൊട്ടാരക്കര പഞ്ചായത്തിൽ നടപടികളൊന്നും ആയിട്ടില്ല. ചെറുകിട ജലസേചന വിഭാഗത്തിൽ നിന്ന് തോടിന്റെ സംരക്ഷണത്തിനായി തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാത്തതിനാൽ തുക ചെലവഴിക്കാൻ കഴിയുന്നില്ല. ഓപ്പറേഷൻ വെറ്റ്ലാൻഡ് എന്ന പേരിൽ വിജിലൻസ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ പുലമൺ തോടിന്റെ തീരം കയ്യേറിയതായും തോട് പുറമ്പോക്ക് അനധികൃതമായി നികത്തിയതായും കണ്ടെത്തിയിരുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർക്കോ റവന്യൂ അധികൃതർക്കോ താൽപര്യമില്ലെന്നാണ് പുതിയ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് ഭാഗികമായി പ്രവർത്തനം തുടങ്ങി. നിലവിൽ ഒരു എക്സ്റേ ടെക്നീഷ്യൻ മാത്രമാണ് ഉള്ളത്. ഇതിനാൽ 24 മണിക്കൂർ സേവനം ലഭ്യമാവില്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് തിങ്കളാഴ്ച മിഴി തുറന്നു. അതേസമയം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. തിങ്കളാഴ്ച ഉച്ചവരെ 5 പേരുടെ എക്സ്റേ എടുത്തു. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട യൂണിറ്റ് ഉച്ചയോടെ അടയ്ക്കുകയും ചെയ്തു. 4 വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിവെച്ച എക്സ്റേ ഉപകരണങ്ങൾ ഇത്രയും കാലം പ്രവർത്തിപ്പിക്കാതെ നശിപ്പിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധം ശക്തമായതോടെ ആശുപത്രി വികസന സമിതി യോഗം ചേർന്ന് എക്സ്റേ യൂണിറ്റ് സജ്ജീകരിക്കുകയും ഈ മാസം 2-ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. എന്നിട്ടും യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും മിഴി തുറക്കാതെ എക്സ്റേ യൂണിറ്റ് എന്ന വാർത്ത ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തിങ്കളാഴ്ച രാവിലെ യൂണിറ്റ് പ്രവർത്തിപ്പിച്ചത്. സ്വകാര്യ ലാബ് ലോബികളും ആശുപത്രി അധികൃതരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മൂലമാണ് യന്ത്രത്തകരാറെന്ന കാരണം പറഞ്ഞ് യൂണിറ്റ് പൂട്ടിയിടാൻ ശ്രമിച്ചതെന്നായിരുന്നു പ്രധാന ആരോപണം. പ്രവർത്തനം തിങ്കളാഴ്ച ആരംഭിച്ചെങ്കിലും ടെക്നീഷ്യൻ ഒന്നു മാത്രമായതിനാൽ ദിവസം മുഴുവൻ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. വകുപ്പ് മന്ത്രി ഉദ്ഘാടന ദിവസം ആശുപത്രിയിൽ ആവശ്യമുള്ളവ എന്തൊക്കെയാണെന്ന് ആരാഞ്ഞ് പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു. എന്നാൽ രണ്ടാമതൊരു എക്സ്റേ ടെക്നീഷ്യന്റെ കാര്യം ആരും ആവശ്യപ്പെട്ടില്ല. സ്വകാര്യ ലാബുകളോടുള്ള അമിത താൽപര്യമാണ് ഇതിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചരിത്രം കയ്യൊപ്പിട്ട നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, കറൻസികൾ എന്നിവ ഉൾപ്പെടുത്തി പത്തനാപുരം UITയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ നടത്തിയ പ്രദർശനം കൌതുകമായി. പത്തനാപുരം UITയുടെ അങ്കണത്തിലാണ് വിദ്യാർത്ഥികൾ അപൂർവ കാഴ്ചയുടെ വിരുന്നൊരുക്കിയത്. വിവിധ രാജ്യങ്ങളിലെ വിവിധ കാലത്തെ നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, കറൻസികൾ എന്നിവയുടെ അത്യപൂർവ ശേഖരമാണ് ഇവർ നിരത്തിയത്. ഈ അത്യപൂർവ പ്രദർശനം കാണാൻ നിരവധി പേരെത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
പനവേലി ദി സാൽവേഷൻ ആർമി ചർച്ചിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം 14 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി 24 മുതൽ ഈ ഒരു വർഷം അതിന്റെ ആഘോഷ പരിപാടി നീണ്ടു നിൽക്കുന്ന മുന്നൊരുക്കിയായിരുന്നു യുവജന സെമിനാർ, വനിതാ സെമിനാർ, മറ്റ് വിധങ്ങളായ ശുശ്രൂഷകൾ ഇവയൊക്കെയും ഞങ്ങൾ ഈ ഒരു വർഷക്കാലം നടത്തി വന്നു. അനാഥശാലകൾ സന്ദർശിക്കുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. സമാപനം ഡിസംബർ 14 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 14 വൈകിട്ട് 5 സാൽവേഷൻ ആർമി ചർച്ച് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. വിശിഷ്ടാതിഥിയാകും. കൊട്ടാരക്കര ഡിവിഷണൽ കമാൻഡർ മേജർ ചാൾസ് വി ജോൺ അധ്യക്ഷനാവും. വിവിധ സഭാ പുരോഹിതർ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. രാത്രി 9 മണിക്ക് ക്രിസ്തീയ ഗാനമേള നടക്കും. സ്റ്റാർ സിംഗർ ഗായകൻ വില്യംസ്, ചലച്ചിത്ര പിന്നണി ഗായകൻ ജോസ് സാഗർ എന്നിവരാണ് ഗാനമേള നയിക്കുന്നത്. ജനറൽ കൺവീനർ ജോൺ മിച്ചിഹാലയം, സുബേദാർ ഐ ജെയിംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര ലയൺസ് ക്ലബിന്റെയും വടകോട് വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തലവൂരിൽ സൌജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ചയാണ് ക്യാമ്പ്. തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലുമായിട്ടുള്ള ലിങ്ക് ചെയ്താണ് ഇത് നടത്തുന്നത്. ഇതിന്റെ കണ്ടക്ട് ചെയ്യുന്നത് ലയൺ അഡ്വക്കേറ്റ് സുജിത്താണ്. 15 തലവൂർ ഗവൺമെന്റ് LPSൽ നടക്കുന്ന പരിശോധനയും ക്യാമ്പും ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ NN മുരളി ഉദ്ഘാടനം ചെയ്യും. തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ്, കൊട്ടാരക്കര ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജയ ഷാജി തുടങ്ങിയവർ സന്നിഹിതരാവും. തിമിരം, മാലക്കണ്ണ്, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി തുടങ്ങി എല്ലാ നേത്രരോഗങ്ങളും സൌജന്യമായി പരിശോധിച്ച് ക്യാമ്പിൽ ചികിത്സ നിർദ്ദേശിക്കും. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവരെ അന്നുതന്നെ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി 3-ാം ദിവസം ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് തിരികെ എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. എല്ലാ രോഗികളും, നേത്ര സംബന്ധമായ അസുഖമുള്ള എല്ലാ രോഗികളും ഈ സൗജന്യമായ ക്യാമ്പിൽ പങ്കെടുത്ത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പട്ടാഴി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച ബഷി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഉദ്ഘാടനം പത്തനാപുരം MLA കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. പട്ടാഴി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബഷി ബ്രിക്സിന്റെ ഉടമസ്ഥതയിൽ പുതുതായി ആരംഭിച്ച ബഷി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഉദ്ഘാടനം മുൻമന്ത്രിയും പത്തനാപുരം MLAയുമായ കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. ഫ്ലോർ, വാൾ ടൈലുകൾ, ഗ്രാനൈറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ചെങ്കോട്ട റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. പാലങ്ങളുടെ ജാക്കറ്റിംഗ് പൂർണ്ണമായും നിലച്ചു. ഇടമണ്ണിൽ ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി പ്രവർത്തിക്കുന്ന ചന്ത മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് ഭാഗികമായി പ്രവർത്തനം തുടങ്ങി. നിലവിലുള്ളത് ഒരേ ഒരു ടെക്നീഷ്യൻ. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.